അമ്മേ 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 ആദി ആദി നീ എന്തേ കാണിക്കുന്നേ? നിനക്കിതൊക്കെ വലിച്ചു വാരിട്ട് പോയാ മതിയല്ലോ. അമ്മ എന്റെ പുസ്തകത്തെ ആർക്കെങ്കിലും കൊടുത്തോ? എന്തിന്? നിന്റെ പഠിക്കുന്ന പുസ്തകം ഞാൻ തന്നെ ആർക്കെങ്കിലും എടുത്തു കൊടുക്കുന്നേ? അമ്മേ, ഞാൻ എന്റെ പുസ്തകത്തിനകത്ത് വെച്ച സാധനം കാണാനില്ല. എന്ത് സാധനം? അത് പിന്നെ ഒരു സ്റ്റാമ്പ്. സ്റ്റാമ്പായിരുന്നു. അതിനാണ് നീ ഇതൊക്കെ വലിച്ചു വാരിട്ടത്? എനിക്കത് ഇപ്പൊ തന്നെ വേണം. നീ വെച്ചോട് തന്നെ നോക്കണ ഇറക്ക. അസലുണ്ട്. എനിക്ക് അടുക്കളയിൽ 100 വട്ടം പണിയുണ്ട്. അമ്മേ, അമ്മ എറിയുന്ന സാധനം കാണാതെ പോലും എനിക്കറിയാം. അതിന് നിന്റെ സ്റ്റാമ്പ് എടുത്തിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? അല്ലെങ്കിൽ ഒരു സ്റ്റാമ്പ് അല്ലേ, പോട്ടെ, നമുക്ക് വരവാൻ. അമ്മ അതങ്ങനെ വേറെ ഇട്ടിട്ട് കാര്യമില്ല. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ പൊന്നാദി, ചെറിയ കാര്യത്തിന് എന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? മോ വാ, അമ്മ ചായ ഉണ്ടാക്കി തരാം. അമ്മ, എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ആ പുസ്തകത്തിന്റെ ഇടയിൽ തന്നെ വെച്ചതെന്ന്. അമ്മ അവിടെ വന്നിട്ടുണ്ട്, അതെടുത്തിട്ടുണ്ട്. ശരി, ഞാൻ എടുത്തു തന്നെ വിചാരിക്കേ. അതിന് നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നേ? അത് വേറെ സ്റ്റാമ്പ് അല്ലേ? അല്ല. പിന്നെ നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നേ? എടാ, ഞാൻ നിന്റെ അമ്മയല്ലേ. എനിക്ക് അല്ലെങ്കിലേ ഭ്രാന്ത് പിടിച്ചിരിക്കുക. എനിക്കൊന്ന് മര്യാദ തന്നു, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. ആദി, സ്കൂൾ വിട്ട് വരുമ്പോ നീ ഇതെന്നും വായിക്കാറല്ലേ പതിവ്? അത് കേട്ടിട്ടല്ലേ അമ്മ ചായ ഉണ്ടാക്കാറ്? അത് കേട്ടിട്ടല്ലേ മീരമോള് കോളേജിൽ നിന്ന് വരാറ്? അമ്മ എന്നെ ക്ഷമ പരീക്ഷിക്കരുത്. മോനെ, നിന്റെ നല്ലതിന് വേണ്ടിയല്ല അമ്മ. ഉപദേശം വേണ്ടത് പറഞ്ഞിരുന്നാളെ. ഇതല്ലേ നീ അന്വേഷണം എടുക്കുന്ന ബുക്ക്? അമ്മേ പ്ലീസ്, ഒരൊറ്റ പ്രാവശ്യം താമേ. പ്ലീസ് അമ്മേ, പ്ലീസ് അമ്മേ, താമേ. ഇത് വെറും സ്റ്റാമ്പല്ല, മയക്കുമരുന്നെന്ന് അറിഞ്ഞിട്ട് അമ്മ നിനക്ക് തരണല്ലേ? പ്ലീസ് അമ്മേ, അതാമേ. തരില്ല. പറഞ്ഞത് തരില്ല എന്ന് പറഞ്ഞില്ലേ? ഹലോ ഹലോ, നിങ്ങൾ എവിടെയാ? ഒന്ന് പെട്ടെന്ന് വരുമോ? ആദ്യം ഇവിടെ വല്ലാതെ ബഹളം ഉണ്ടാക്കുന്നു. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല. നിങ്ങളൊന്ന് പെട്ടെന്ന് വരും, എനിക്ക് പേടിയാവും. നീ വിഷമിക്കാതെ, ഞാനിത് എത്തി. അമ്മേ 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 അച്ഛാ. ലഹരി കിട്ടാതായപ്പോൾ ഞരമ്പ് മുറിച്ചതാ. ഇത് ഇന്നത്തെ 6ാമത്തെ കേസാ. ഈ മക്കളൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്താൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താ? ആ, പിന്നെ ഡോക്ടറോട് എല്ലാ ഡീറ്റെയിൽസ് എഴുതി വാങ്ങിക്കാം. ഡോക്ടർ, അവരോടൊന്ന് പുറത്തിറങ്ങി നിൽക്കാം. ഓക്കെ ഡോക്ടർ, ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കും. ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പാടില്ല. ശരി ഡോക്ടർ. എന്താ കണ്ടീഷൻ? കുറച്ച് ബെറ്റർ ആയിട്ട്.
എന്താ പറ്റിയത്? മകനാണല്ലേ? അതെ. ഇതിന്റെ പേരിൽ ഞങ്ങൾ കുറെ കരഞ്ഞതാ. ഇനിയിപ്പോ കരഞ്ഞിട്ടും സങ്കടപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ അവനെ വിശ്വസിച്ചു പോയി സാറേ. അവൻ ലഹരി ഉപയോഗിക്കുന്ന കാര്യം ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അവരൊറ്റ മോന സാറേ. ഞാനൊരു ബിസിനസ്മാനാ സാറേ. എനിക്ക് ബിസിനസ്സിനിടയിൽ എന്റെ മകന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതാണ് സംഭവിച്ചത്. ഇപ്പൊ മക്കളെന്നൊക്കെ ഇഷ്ടംപോലെ സമയം കിട്ടുന്നുണ്ടല്ലോ, അതല്ലേ സത്യം. താൽക്കാലിക സുഖത്തിനും കൂട്ടുകാരുടെ നിർബന്ധപ്രകാരം പെട്ടുപോടാണ് പലരും. എങ്ങനെ സാറേ ഈ മക്കളെയൊക്കെ ഇതിൽ നിന്നൊന്ന് രക്ഷിച്ചെടുക്കുക? നിങ്ങള് ആ ആദ്യയുടെ അച്ഛനല്ലേ? അതെ സാർ. അവനിപ്പോ എങ്ങനുണ്ട്? നോർമലായി വരുന്നതേ ഉള്ളൂ. അവന്റെ കേസിന് വല്ല ഇളവുണ്ടാവോ സാറേ? ഇപ്പോഴും മകന് ഫുൾ സപ്പോർട്ടാണല്ലേ? മക്കളായി പോയില്ലേ സാറേ? പിന്നെ അവനിത് സ്വബോധത്തോടെ ചെയ്തതൊന്നും അല്ലല്ലോ. കേസിന്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷ ഒന്നും വെക്കണ്ട. അവനിപ്പോ ഇങ്ങനെ ആയതിൽ കുറെയൊക്കെ ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. അതെ, ഇനിയെങ്കിലും മക്കളുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ വേണം. ഇല്ലെങ്കിൽ മക്കൾ ഇങ്ങനെ വഴിപിഴച്ചു പോകും. ഡോക്ടർ, എന്റെ മോൻ പേടിക്കാനൊന്നുമില്ല. കോംപ്ലിക്കേറ്റഡ് അല്ല. ഒരാഴ്ച കിടക്കേണ്ടി വരും. ശരി ശരി. സാർ നമസ്കാരം. നമസ്കാരം സാർ. ഇന്ന് ആദ്യം മരുന്നൊന്നും കഴിച്ചിട്ടില്ല. അത് കുഴപ്പമില്ല, ശരിയായിക്കോളൂ. പിന്നെ കുട്ടികൾ മുതിർന്നു വരുമ്പോൾ അവരെ ശ്രദ്ധിക്കാനുള്ള സമയം കണ്ടത് കേരളത്തിന്റെ വലിയൊരു സാമൂഹിക പ്രശ്നമായി മാറിയിരിക്കുക ഈ ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികൾ. കേരളം ലഹരി വിമുക്തമാകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പുതുതലമുറ ഇത് ഉപേക്ഷിച്ചേ പറ്റും. പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് മുന്നിൽ വിദ്യാർത്ഥികളെ മറയാക്കി സുരക്ഷിതമായി ലഹരി കച്ചവടം നടത്തുന്നവരുണ്ട്. ചെറിയ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുന്ന കുട്ടികളാണ് അധികം. ഒരു പ്രാവശ്യം ഇതിൽ പെട്ടുപോയാൽ ഇതിൽ നിന്നൊരു തിരിച്ചുവരവുണ്ടാവില്ല. പിന്നെ രക്ഷിതാക്കൾ മക്കളോട് ആരോഗ്യപരമായ ഒരു സ്നേഹം പുലർത്തണം. സ്കൂൾ വിട്ടു വന്നാലേ അന്നത്തെ വിശേഷങ്ങൾ കുട്ടികളോട് അന്വേഷിക്കണം. അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. എന്തായി, ഭക്ഷണമൊക്കെ കഴിക്കുന്നില്ലേ? നോക്കട്ടെ. ഇനിയെങ്കിലും മക്കളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കണ്ണു കാണിച്ചു. ഓക്കെ സാറേ, എന്റെ മോനൊരു മാറ്റമില്ല സാറേ. കുറെ നാളായി ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ട്. ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ മകൻ കൂടുതൽ അഡിക്റ്റഡ് ആയിരുന്നു. അതാണ് ഇങ്ങനെ സ്വഭാവ വൈകല്യങ്ങളൊക്കെ കാണിക്കുന്നത്. വി വിൽ ട്രൈ അവർ ബെസ്റ്റ് കേട്ടോ. ഓക്കെ ഡോക്ടർ, he lost his memory power because of heavy dose. I know. സാറേ, എന്റെ മോന്റെ രൂപം കണ്ടോ സാറേ? അവനൊന്നും കഴിക്കുന്നില്ല. ഈ ലഹരി ശരീരത്തെയും കാർന്നു. കുറച്ചൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പ്രാർത്ഥിക്കുക, ശരിയാവുമല്ലോ. ഓക്കെ ശരി ഡോക്ടർ. ആദി, മോനെ ആദി. ആദി മോനെ, എന്നേക്ക് ഡോക്ടർ, എൻ്റെ അമ്മ എന്താ വരാത്തെ? ഡോക്ടർ, വേറെ അടുത്തേക്കൊക്കെ അമ്മമാര് വരുന്നുണ്ട്. എൻ്റെ അമ്മ എന്നെ കാണാൻ വരാത്തെ? എനിക്ക് എൻ്റെ അമ്മയെ കാണണം. അച്ഛാ, ഞാൻ അമ്മ വേണമെന്ന് കരുതി കുട്ടി അടിച്ചതല്ല. ഞാൻ അത് എത്ര തവണ പറഞ്ഞതാ അച്ഛാ. എന്നിട്ടും അമ്മയുടെ ദേഷ്യം മാറിയില്ലേ? പ്ലീസ് അച്ഛ, അമ്മയോട് ഒന്ന് വരാൻ പറ. എനിക്ക് ആ കാല് പിടിച്ച് മാപ്പ് പറയണം. ഇനി ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് പറയണം.
ഡോക്ടർ, എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും ചേച്ചിയും ഒക്കെ നല്ല പോലെ നോക്കണം. എൻ്റെ അമ്മയോടൊന്ന് വരാൻ പറയോ? ആദി, നമുക്കൊരു ഇഞ്ചക്ഷൻ എടുക്കാം. ഓൻ്റെ അസുഖം മറന്നേ. അച്ഛാ, മേലിൽ ഞാനൊരു തെറ്റിലും ചെന്ന് ചാടില്ല എന്ന് അമ്മയോട് പറയണം. കൂട്ടുകാരോടൊക്കെ ഞാൻ പറയും പഠിക്കേണ്ട സമയത്ത് നല്ല പോലെ പഠിക്കണമെന്ന്, തെറ്റായ വഴിയിൽ ഒന്നും ചെന്ന് ചാടരുതെന്ന്. ഡോക്ടർ, ഇനി അവന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾക്കാവും തോന്നില്ല. ഡോക്ടർ അവനോടൊന്ന് പറയൂ, അവന്റെ അമ്മ മരിച്ചുപോയ. നോ, ഇപ്പൊ ഒന്നും പറയണ്ട. അവൻ റിക്കവറായി വരുന്നല്ലേ ഉള്ളൂ. സാവധാനം സമയം പോലെ പറഞ്ഞു മനസ്സിലാക്കി മതി കേട്ടോ. അമ്മയാകാശമേ കനിവെഴും കാവലേ, മഴമുകിൽ ചിറകിനാൽ പകരുമോ ഉരുകുമെന്നുയിരിൽ നിൻ ജലഗണം. നിലാതാരമേ മിഴിനീർനാളമായി തെളിയുമോ വഴികളിൽ തിരികളായി. അമ്മേ, അമ്മേ. അച്ഛാ, അമ്മ ഇനിയും വന്നില്ലല്ലേ? ആദി, നീ ഇതൊന്ന് വായിക്കടാ. അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടല്ലേ നീ ഗിറ്റാർ വായിക്കുന്നേ. വായിക്കട. എന്നെ കൊണ്ട് പറ്റുന്നില്ല അച്ഛാ, പറ്റുന്നില്ല. എന്നെ കൊണ്ട് പറ്റുന്നില്ല അച്ഛാ, പറ്റുന്നില്ല. ചിറകിനാൽ പകരുമോ